പുതിയ പള്ളിക്കൂടം. പുതിയ പള്ളിക്കൂടത്തിൻ്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ടോട്ടോച്ചാൻ ഒന്നു നിന്നു. പഴയ സ്കൂളിൻ്റെ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമാനവും ഉണ്ട്. അതിൽ വലിയ അക്ഷരത്തിൽ സ്കൂളിൻ്റെ പേര് എഴുതി വച്ചിരുന്നു. ഇവിടെ വാതിലിൻ്റെ സ്ഥാനത്തു കൊച്ചു കവരങ്ങളും പൊടിപ്പുകളുമുള്ള 2 കുറ്റികൾ മാത്രം. ഹായ്, വളർന്ന വാതിൽ! ടോട്ടോച്ചാൻ അതിശയിച്ചുപോയി. ഇത് ടെലിഫോൺ പോസ്റ്റിൻ്റെ അത്രയും വളരുമോ? അവൾക്ക് കൗതുകം അടക്കാനായില്ല. അവൾ ധരിച്ചതുപോലെ അതു വാതിൽ തൂണുകളായിരുന്നില്ല, ശരിക്കും മരങ്ങൾ തന്നെയായിരുന്നു. തല ചെരിച്ചു പിടിച്ച് കാറ്റത്ത് ഒരു വശം ഇളക്കിപ്പോയ ചൂണ്ടുപലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു. ടോ മോ ഗാ ക്വൻ. ടോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് വഴിയോരത്തെ കുറ്റിക്കാടിനിടയിലൂടെ അവൾ അതു കണ്ടത്. ഹായ്! വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ വകഞ്ഞുമാറ്റി. ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് വ്യക്തമായി കാണാം. കൊച്ചു ടോട്ടോയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹായ്! അവിടൊരു തീവണ്ടി! ആ മൈതാനത്തിൽ! അതു ശരിക്കും തീവണ്ടിയാണോ അമ്മേ? അവൾ ചോദിച്ചു. അത് ക്ലാസ് മുറികളായിരുന്നു. നിരത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ 6 റെയിൽവേ കോച്ചുകൾ. ടോട്ടോച്ചാൻ ഒരു സ്വപ്നം പോലെ തോന്നി. തീവണ്ടിയിലെ പുതിയ പള്ളിക്കൂടം. പ്രഭാതത്തിലെ ഇളംവെയിലിൽ റെയിൽ മുറികളുടെ ജനൽപ്പാളികൾ തിളക്കമാർന്നു. ഇലച്ചാർത്തുകൾക്കിടയിൽ വിടർന്നു നിന്ന അവളുടെ കുഞ്ഞിക്കണ്ണുകൾക്ക് അതിലേറെ തിളക്കം.